പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 190 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ശാസ്ത്രത്തിൻ്റെ വളർച്ച ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിന് ഭീഷണി ആണെന്ന് ഇന്ന് പലരും ചിന്തിക്കുകയാണല്ലോ. അത് ശരിയല്ല എന്ന ഈ എപ്പിസോഡിലൂടെ അല്പമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ദൈവിക രഹസ്യങ്ങൾ മാത്രമാണ്. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിപരമായി നിലനിൽക്കുന്നു എന്നതാണ് സത്യം. മനുഷ്യൻ അതിനെ കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്നല്ലാതെ മനുഷ്യന് സ്വന്തമായി യാതൊന്നും തന്നെ അവകാശപ്പെടുവാനായിട്ട് ഇല്ല. ഇൻ്റർനെറ്റ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ആധുനിക സോഷ്യൽ മീഡിയയുടെ പുരോഗതിയെ ശാസ്ത്രീയ കണ്ടുപിടുത്തം തന്നെയാണ്. എന്നാൽ ഇവയൊന്നും ശാസ്ത്രത്തിൻ്റെ സൃഷ്ടിയല്ല, ദൈവികമായ സംഭാവന മാത്രമാണ്. ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ടും മനുഷ്യന് ആ ദൈവിക സാദൃശ്യത്തിൽ സാധ്യമായ കണ്ടെത്തലുകൾ മാത്രമാണ് ഇവയെല്ലാം. ഈ വിധമായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലോ കുറിച്ച് ദൈവം മുന്നമേ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നാം ഈ തരുണത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. വെളിപാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധയോടെ വായിക്കുക. 11-ാം അധ്യായം 8-9 വാക്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അവിടെ നമുക്ക് കാണാവുന്നതാണ്. അതിങ്ങനെ വായിക്കുന്നു: അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ ഭാഗം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഇൻ്റർനെറ്റ് എന്ന ഇന്ന് നാം ആധുനികമായി കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രീയമായിരിക്കുന്ന ഈ രഹസ്യം ദൈവം സൃഷ്ടിപരമായി മുന്നമേ ഒരുക്കിയിരുന്നതും ഈജിപ്തിൻ്റെ മഹാനഗരത്തിൽ മരിച്ചു കിടക്കുന്നവരുടെ മൃതശരീരം ലോകം മുഴുവനും കാണുവാൻ തക്കവണ്ണം ഇടവരുത്തിയതും ഇൻ്റർനെറ്റ് എന്ന സംവിധാനം തന്നെയാണ്. എന്നാൽ ഈ ഒരു ദർശനം യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ വിധമായ ശാസ്ത്രീയമെന്ന് നാം വ്യാഖ്യാനിക്കുന്ന പല കാര്യങ്ങളും ദൈവ സൃഷ്ടിയുടെ ഭാഗമായി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതും അപ്രകാരം നിലനിൽക്കുന്ന അനവധി യാഥാർത്ഥ്യങ്ങളെ ഇനിയും കണ്ടെത്തുവാൻ അവശേഷിക്കുന്നതും ആകുന്നു എന്ന രഹസ്യം നാം ഓർക്കണം. ഈ പ്രവചനം വ്യക്തമാക്കുന്ന ഒരു മർമ്മമുണ്ട്. അതത്രേ ഇന്ന് നാം കാണുന്ന സോഷ്യൽ മീഡിയ പോലുള്ള ഇൻ്റർനെറ്റ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനവധി സംഗതികളുടെ മറഞ്ഞിരിക്കുന്ന മർമ്മം എന്നത്. ലോകം മുഴുവനും ഈജിപ്തിൻ്റെ തെരുവിൽ കിടക്കുന്ന മൃതശരീരം കാണുവാനുള്ള സംവിധാനം, അതായത് സകല ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും കാണുവാൻ എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവനും കാണുകയാണ്. 3.5 ദിവസമാണ് ഈ കാഴ്ച
ലഭ്യമാകുന്നത്. അങ്ങനെ സാധ്യമാകുന്നതാണ് ഇൻ്റർനെറ്റ് പോലെയുള്ളതായ ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ യഥാർത്ഥ ഭാവം എന്ന് നാം ഉൾക്കൊള്ളുക. ഇതാണ് വേദപുസ്തകത്തിൽ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രവചനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നു. ഇതെഴുതിയ കാലത്തോ തുടർന്നുള്ള നൂറ്റാണ്ടുകളിലോ ഈ മർമ്മം കാര്യമായി ആരും ഗ്രഹിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതെല്ലാം സാധ്യമായ കാര്യങ്ങളും എന്നാൽ ഒരു ദൈവികമായ ക്രമീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഇതെല്ലാം സമൂഹത്തിൽ അനുഭവമാക്കി തീർക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കുന്നത്. അത് ദൈവികമായിരിക്കുന്ന അസ്തിത്വത്തിൻ്റെ ഒരു ചലഞ്ചായിട്ടോ അല്ലെങ്കിൽ ദൈവമില്ല എന്ന യുക്തിചിന്തകളുടെ ഒരു സാക്ഷ്യമായിട്ടോ ഇതിനെയൊന്നും നാം കാണേണ്ടതായിട്ടില്ല. അപ്പോൾ ശാസ്ത്രീയമായത് ഏതും ദൈവികമായി നിലനിൽക്കുന്നതും രഹസ്യമായിരിക്കുന്നത് കണ്ടെത്തി അത് അനുഭവമാക്കി തീർക്കുകയും ചെയ്യുന്നത് അത്രയും ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പ്രവർത്തന മേഖല അത് ദൈവിക പദ്ധതി തന്നെയാണെന്നുള്ളതും നാം ഉൾക്കൊള്ളുവാൻ ഈ സാഹചര്യത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം സകലത്തിൻ്റെയും മുഖാന്തരമായിട്ടുള്ളതാണ്. ഇത് വിശ്വസിപ്പാനും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തുമാറാകട്ടെ. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹ വന്ദനം. കണ്ണിക്കോട്ടച്ചൻ.